ഹായ് ഫ്രണ്ട്സ്, ഞാൻ പറയാൻ പോകുന്നത് മാസ്റ്റേഴ്സ് തിയറത്തെക്കുറിച്ചാണ്. മാസ്റ്റേഴ്സ് തിയറം എന്ന് പറയുന്നത് റെക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് മാസ്റ്റേഴ്സ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം റെക്കറൻസ് റിലേഷൻ എന്താണെന്ന് നോക്കാം. റെക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനെ അതിൻ്റെ വാല്യൂയുടെ ടേംസിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത്. റെക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്യാൻ 3 മെത്തേഡാണ് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, റെക്കറൻസ് ട്രീ മെത്തേഡ്, ട്രീ ആണ് ഇത്, റെക്കറൻസ് ട്രീ മെത്തേഡ്, മാസ്റ്റേഴ്സ് മെത്തേഡ്. അപ്പോൾ നമുക്ക് മാസ്റ്റേഴ്സ് തിയറം, മാസ്റ്റേഴ്സ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഈ ഒരു ഫോമിൽ വരുന്ന ഇക്വേഷൻസ് സോൾവ് ചെയ്യാനാണ് നമ്മൾ മാസ്റ്റേഴ്സ് തിയറം യൂസ് ചെയ്യുന്നത്. ടി ഓഫ് എൻ ഈക്വൽ ടു എ ടി ഇൻറ്റു എൻ ബൈ ബി പ്ലസ് ഓർഡർ ഓഫ് എൻ റേസ് ടു കെ ലോഗ് റേസ് ടു പി എൻ. ഈ ഒരു ഫോമിലുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് നമ്മൾ മാസ്റ്റേഴ്സ് തിയറം യൂസ് ചെയ്യുന്നത്. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. വേർ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവണം, ബി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം, കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം, ആൻഡ് പി ഈസ് എ റിയൽ നമ്പർ, പി ഒരു റിയൽ നമ്പറും ആയിരിക്കണം. ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ മാസ്റ്റേഴ്സ് തിയറം യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഈ കണ്ടീഷനൊന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിന് 3 കേസസ് ആണ് പറയുന്നത്. ഫസ്റ്റ് കേസിൽ എ ഗ്രേറ്റർ ദാൻ ബി റേസ് ടു കെ ആണോ നോക്കൂ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ടി ഓഫ് എൻ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എൻ റേസ് ടു ലോഗ് എ ബേസ് ബി ആണ്. രണ്ടാമത്തെ കേസിൽ എ ഈക്വൽ ടു ബി റേസ് ടു കെ ആവുന്ന കേസാണ്. ഈ കേസിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു കണ്ടീഷനും കൂടെ ചെക്ക് ചെയ്യും. പി ഗ്രേറ്റർ ദാൻ -1 ആണോന്ന് നോക്കും. പി ഗ്രേറ്റർ ദാൻ -1 ആണെങ്കിൽ ടി ഓഫ് എൻ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എൻ റേസ് ടു ലോഗ് എ ബേസ് ബി ലോഗ് റേസ് ടു പി പ്ലസ് 1 എൻ. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് പി ഈക്വൽ ടു -1 ആണോ എന്ന് നോക്കും. എ ഈക്വൽ ടു ബി റേസ് ടു കെ ആൻഡ് പി ഈക്വൽ ടു -1, ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ടി ഓഫ് എൻ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എൻ റേസ് ടു ലോഗ് എ ബേസ് ബി ലോഗ് ഓഫ് ലോഗ് എൻ ആയിരിക്കും. വേറൊരു കണ്ടീഷൻ പി ലെസ് ദാൻ -1 ആണ്. അതായത് എ ഈക്വൽ ടു ബി റേസ് ടു കെയും പി ലെസ് ദാൻ -1 ആകുന്ന സമയത്ത് ടി ഓഫ് എൻ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എൻ റേസ് ടു ലോഗ് എ ബേസ് ബി ആണ്. മൂന്നാമത് പറയുന്നത് ഇഫ് എ ലെസ് ദാൻ ബി റേസ് ടു കെ ആകുന്ന കണ്ടീഷനാണ്. എ ലെസ് ദാൻ ബി റേസ് ടു കെ ആകുന്ന കണ്ടീഷനിൽ നമ്മളൊരു കണ്ടീഷനും കൂടെ നോക്കണം. പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ നോക്കുക. പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ ടി ഓഫ് എൻ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എൻ റേസ് ടു കെ ലോഗ് റേസ് ടു പി എൻ ആണ്. ഇനി അതല്ല, പി ലെസ് ദാൻ 0 ആണെന്ന് വിചാരിക്കുക. പി ലെസ് ദാൻ 0 ആകുന്ന കേസിൽ ടി ഓഫ് എൻ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എൻ റേസ് ടു കെ ആണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 3t ഇൻറ്റു n ബൈ 2 പ്ലസ് n സ്ക്വയർ. അപ്പോൾ ഇത് ഏത് ഫോമിലാണുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഫോമിലാണ് ഈ ഇക്വേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ആണോ എന്ന് നോക്കണം. എന്തൊക്കെയായിരുന്നു ആ കണ്ടീഷൻസ്? എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, ബി ഗ്രേറ്റർ ദാൻ 1, കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് പി ഈസ് റിയൽ നമ്പർ. അപ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും വാല്യൂസ് എടുത്ത് എഴുതാം. എ ഈസ് ഈക്വൽ ടു 3, ബി ഈസ് ഈക്വൽ ടു 2, കെ ഈസ് ഈക്വൽ ടു 2. പിയുടെ വാല്യൂ ഇവിടെ കൊടുക്കുന്നില്ല, അപ്പോൾ നമ്മൾ പിയുടെ വാല്യൂ എന്താക്കി എടുക്കുക? 0 ആക്കി എടുക്കുക. ബി റേസ് ടു കെ ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്, ബി ഗ്രേറ്റർ ദാൻ 1 ആണ്, കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്,
അപ്പോൾ ഈ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ്റെ കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. ഇക്വേഷൻസിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് a ലെസ് ദാൻ ബി റൈസ് ടു കെ ആണ്, p ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്കറിയാം a ലെസ് ദാൻ ബി റൈസ് ടു കെയും p ഈക്വൽ ടു 0 എന്ന കേസിൽ ടി ഓഫ് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n റൈസ് ടു കെ ലോഗ് റൈസ് ടു പി എൻ ആണ്. അപ്പോൾ നമ്മളത് ഇക്വേഷനിൽ പുട്ട് ചെയ്യാം. അപ്പോൾ ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് n റൈസ് ടു കെ ലോഗ് റൈസ് ടു പി എൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് n സ്ക്വയർ ലോഗ് റൈസ് ടു 0 ഇൻറ്റു n. അപ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു ലോഗ് റൈസ് ടു കെ ഇൻറ്റു n എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് എങ്ങനെ കൂടെ എഴുതാം? ലോഗ് റൈസ് ടു n ഹോൾ റൈസ് ടു കെ എന്ന് എഴുതാം. അപ്പോൾ നമുക്കിവിടെ ലോഗ് റൈസ് ടു 0n എന്നുള്ളത് ലോഗ് റൈസ് ടു n ഹോൾ റൈസ് ടു 0 എന്ന് എഴുതാം. നമുക്കറിയാം ഏതൊരു സംഖ്യയുടെയും ഹോൾ റൈസ് ടു 0 വരുന്ന സമയത്ത് 1 ആണ് ആൻസർ വരിക. n റൈസ് ടു 0 ഈസ് ഈക്വൽ ടു 1. അപ്പം നമ്മളത് ഇക്വേഷനിൽ പുട്ട് ചെയ്യുക. അപ്പോൾ എന്ത് ആൻസർ കിട്ടും? ഓർഡർ ഓഫ് n സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ടി ഓഫ് n ഈസ് ഈക്വൽ ടു 40n/2 പ്ലസ് n സ്ക്വയർ. അപ്പോൾ നമ്മൾ എൻ്റെയും ബിൻ്റെയും കെൻ്റെയും ഒക്കെ വാല്യൂ എടുത്ത് എഴുതാം. a ഈസ് ഈക്വൽ ടു 4, b ഈക്വൽ ടു 2 ആൻഡ് k ഈക്വൽ ടു 2, p ഈക്വൽ ടു 0 കൊടുക്കാൻ കാരണം ഇവിടെ പിയുടെ വാല്യൂ പറയുന്നില്ല. b റൈസ് ടു k ഈസ് ഈക്വൽ ടു 4, b റൈസ് ടു k ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഇവിടെ എന്താ കണ്ടീഷൻ വരുന്നത്? a ഈക്വൽ ടു ബി റൈസ് ടു കെ ആണ്. a ഈക്വൽ ടു ബി റൈസ് ടു കെയും p ഗ്രേറ്റർ ദാൻ -1 ആണ് കണ്ടീഷനാണ്. p ഇവിടെ 0 ആണ്. അപ്പോൾ നമ്മളെടുത്തുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ a ഈക്വൽ ടു ബി റൈസ് ടു കെ p ഗ്രേറ്റർ ദാൻ -1 ആകുന്ന സമയത്ത് ടി ഓഫ് n എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n റൈസ് ടു ലോഗ് a ബേസ് b ലോഗ് റൈസ് ടു p പ്ലസ് 1 n. അപ്പോൾ ഈ കണ്ടീഷൻ വെച്ച് നമ്മൾ ഈ ഇക്വേഷനെ സോൾവ് ചെയ്യും. അപ്പോൾ ടി ഓഫ് n ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് n റൈസ് ടു ലോഗ് a ബേസ് b ലോഗ് റൈസ് ടു p പ്ലസ് 1 ഇൻറ്റു n. അത് നമുക്ക് മാറ്റി ഓർഡർ ഓഫ് n റൈസ് ടു ലോഗ് 4 ബേസ് ടു ലോഗ് റൈസ് ടു 1 n എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഈ 4നെ 2 സ്ക്വയർ എന്ന് മാറ്റി എഴുതാം. അങ്ങനെ മാറ്റി എഴുതുന്ന സമയത്ത് ഓർഡർ ഓഫ് n റൈസ് ടു ലോഗ് 2 സ്ക്വയർ ബേസ് ടു ലോഗ് n എന്ന് എഴുതി. നമുക്കറിയാം ലോഗ് 2 സ്ക്വയർ എന്ന് വെച്ചാൽ 2 ലോഗ് 2 ആണ്. ഇതൊക്കെ ലോഗരിഥമിക് റൂളിൽ വരുന്നതാണ്. ലോഗ് 2 സ്ക്വയർ എന്ന് വെച്ചാൽ 2 ലോഗ് 2 ആണ്. നമ്മൾ ഈ ഇക്വേഷനെ മാറ്റിയിട്ട് ഓർഡർ ഓഫ് n റേസ് ടു 2 ലോഗ് 2 ബേസ് 2 എന്ന് എഴുതി ഇൻറ്റു ലോഗ് n. അപ്പോൾ നമുക്കറിയാം ലോഗ് 2 ബേസ് 2 ഏതൊരു സംഖ്യയുടെയും ബേസ് അത് തന്നെ ആകുമ്പോൾ ഉത്തരം എന്താണ്? 1 ആണ് വരിക. അപ്പോൾ ലോഗ് 2 ബേസ് 2 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇതെന്തായി? ഇത് 1 ആയി. സോ ഓർഡർ ഓഫ് n സ്ക്വയർ ഇൻറ്റു ലോഗ് n. നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n സ്ക്വയർ ലോഗ് n ആണ്. ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ടി ഓഫ് n ഈസ് ഈക്വൽ ടു 40n/2 പ്ലസ് 1. നമ്മൾ ഓരോന്നിൻ്റെയും വാല്യൂസ് എഴുതുക. a ഈക്വൽ ടു 4, b ഈക്വൽ ടു 2, പിയുടെ വാല്യൂ 0 ആണ് വരിക, ആൻഡ് k ഈക്വൽ ടു 1. കാരണം ഏതൊരു സംഖ്യയുടെയും പവറായിട്ടൊന്നുമില്ലെങ്കിൽ അതിൻ്റെ പവർ എന്തായിരിക്കും? ഡീഫോൾട്ടായിട്ട് 1 ആയിരിക്കും. സോ k ഈക്വൽ ടു 1. ഇനി നമ്മൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാം. b റൈസ് ടു k ഈസ് ഈക്വൽ ടു 2 റൈസ് ടു 1 ഈക്വൽ ടു 2 ആണ്. അപ്പോൾ നമ്മളുടെ കണ്ടീഷൻ വന്നിട്ട് a ഗ്രേറ്റർ ദാൻ b റൈസ് ടു k ആണ് വരുന്നത്, ആൻഡ് p ഈക്വൽ ടു 0. a ഗ്രേറ്റർ ദാൻ b റൈസ് ടു k വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു
ആ കണ്ടീഷൻ വരുന്ന സമയത്ത് ടി ഓഫ് എൻ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എൻ റേസ് ടു ലോഗ് എ ബേസ് ബി ആണ്. അപ്പോൾ നമ്മളത് ഇക്വേഷനിൽ പുട്ട് ചെയ്യാം. ഇക്വേഷനിൽ പുട്ട് ചെയ്താൽ ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് എൻ റേസ് ടു ലോഗ് എ ബേസ് ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് എൻ റേസ് ടു ലോഗ് 4 ബേസ് 2. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ ചെയ്ത പോലെ ഈ 4നെ നമ്മൾ 2² എന്ന് മാറ്റി എഴുതാം. അപ്പോൾ ഓർഡർ ഓഫ് എൻ റേസ് ടു ലോഗ് 2² ബേസ് 2 എന്ന് എഴുതി. നമ്മൾ പറഞ്ഞതുപോലെ ലോഗ് 2² എന്ന് പറഞ്ഞാൽ 2 log 2 ആണ്. നമ്മൾ ഈ ഇക്വേഷനെ മാറ്റി ഓർഡർ ഓഫ് എൻ റേസ് ടു 2 log 2 ബേസ് 2 എന്ന് എഴുതി. ഏതൊരു ലോഗരിഥമിക് റൂള് വരുമ്പോഴും ലോഗ് വരുന്ന ഏത് സംഖ്യയുടെയും ബേസ് അത് തന്നെയാണ് സമയത്ത് അതെന്താകും 1 ആകും. അപ്പോൾ നമ്മൾ ലോഗ് 2 ബേസ് 2 ഈസ് ഈക്വൽ ടു 1. സോ ദ ആൻസർ ഈസ് 1. സോ നമ്മളത് ഇക്വേഷനിൽ പുട്ട് ചെയ്യുന്ന സമയത്ത് ഓർഡർ ഓഫ് എൻ സ്ക്വയർ ഇൻറ്റു 1 എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് എൻ സ്ക്വയർ. ഓർഡർ ഓഫ് എൻ സ്ക്വയർ ആണ് ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ.